ഹലോ, ആന യൂട്യൂബ് ചാനലിലെ രതീഷ് യാദവ്. കേരളത്തിലെ നല്ല അടിപൊളി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞു. ഇലക്ഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മൊത്തം 140 നിയോജകമണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ, അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും വിജയിക്കട്ടെ എന്ന് ആന യൂട്യൂബ് ചാനൽ ആശംസിക്കുന്നു. ആന യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിലവിൽ വന്നത് കാരണം ചെറിയൊരു 2-3 കാര്യങ്ങൾ പറയാനാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ നമ്മളെപ്പോഴും അംഗീകരിക്കുക സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ 2 പ്രാവശ്യം ഭരിച്ചു, നല്ല രീതിയിൽ ഭരിച്ചു. കേരളത്തിലെ 70% ജനങ്ങൾ നല്ല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ ഇല്ല, അത് എല്ലാ ഇതിലുണ്ടാവും. അത് ഒരു ഇതിൻ്റെ. രണ്ടാമത്തേൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ തല്ലും പിടിയൊന്നും ഇല്ലാതെ നല്ലൊരു സംഭവമായിട്ട് സെറ്റപ്പായിട്ട് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നന്നായിട്ട് കേരളത്തിൽ ഭരണം നല്ല രീതിയിൽ കാഴ്ചവയ്ക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇതിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം, അങ്ങനെ മന്ത്രിമാസം. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ആന യൂട്യൂബ് ചാനലിൻ്റെ അഭിപ്രായത്തിൽ, സതീശൻ സാറിന് ഒരു 2.5 വർഷം, ചെന്നിത്തല സാറിന് ഒരു 2.5 വർഷം ഒക്കെ കൊടുക്കുക. അപ്പോൾ അവരോരോ പ്രശ്നങ്ങൾ തീരും, അവർ ചെയ്ത്. പിന്നെ വട്ടിയൂർക്കാവിൽ മുരളി ജയിച്ചാൽ മുരളിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക. കാരണം മുരളി KPCC പ്രസിഡൻ്റായിട്ട് നല്ല രീതിയിൽ ഭരിച്ച ഒരാളാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇലക്ഷൻ വടക്കാഞ്ചേരി ഒക്കെ തോറ്റി അതൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ഇത്. അതേപോലെ വടകരയിൽ രമ ജയിച്ചാലും അതേപോലെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാം. കാരണം നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റിയ ഒരു നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് അവരോട് ഇഷ്ടം തോന്നും. അതേപോലെ BJP എന്തായാലും അധികാരം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞില്ല. കാരണം അത്രയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മൾ കേൾക്കാതെ ഒരു മലമ്പുഴയിൽ കൃഷ്ണദാസ് സാർ മലമ്പുഴയിൽ ജയിക്കുമെന്ന് എക്സിപ്പോളടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം BJP ശക്തമായിട്ട് കേരളത്തിലെത്തി. അപ്പോൾ 3 പാർട്ടിക്കാർക്കും അടിപൊളിയായിട്ട് ഭരിക്കാനും എല്ലാ ഇതും ഇന്നത്തെ ദിവസം നമ്മൾ വോട്ടർമാർ കൊടുക്കുകയാണ്. ആരാണ് ഭരിക്കേണ്ടത്, അല്ല ആരൊക്കെ ഭരിക്കണ്ട എന്ന് പറയുന്നതും ഇന്നത്തെ ദിവസമാണ്. അത് മെയ് 4-ന് ആ റിപ്പോർട്ട് നമ്മൾക്ക് വരും. ഇപ്പോൾ കേരളത്തിൽ ആര് വന്നാലും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക, നല്ല അടിപൊളിയായിട്ട് വഴക്കും ഇതൊന്നും കൂടാതെ നല്ല കേരളത്തിന് നല്ല സംവിധാനങ്ങളിൽ കൊണ്ടുവന്ന് കേരള ജനതയെ നല്ല ലോക ജനതകളിലേക്കൊന്ന് അറിയപ്പിടിപ്പിക്കാൻ, മലയാളികൾ കേരളം നല്ലൊരു സംസ്ഥാനമാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ടുവരുന്ന ഭരണം ആയിരിക്കണം ഇനി കേരള ജനതയെ നല്ല നിലയിൽ എത്തിക്കാനുള്ള ഇത്. അപ്പോൾ എല്ലാവിധ ആശംസകളോടും ആന യൂട്യൂബ് ചാനൽ, കേരള യൂട്യൂബ് ചാനലിലെ ആന യൂട്യൂബ് ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. നമുക്ക് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാം അടിപൊളിയായിട്ട് വരണം. നമ്മൾ ചില കാര്യങ്ങൾ പറയാം. ഓക്കെ.